അസ്സലാമു അലൈക്കും. നമുക്ക് ഈ വീഡിയോയിൽ കൈഫിയത്ത് സലാത്ത്, നമസ്കാരക്രമം, അതിനെക്കുറിച്ച് പഠിക്കാം. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലുന്നത് വരെയുള്ള പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും കൂടിയതാണ് നമസ്കാരം. നമസ്കാരം ശരിയാകുന്നതിന് ചില ഷർത്തുകൾ പാലിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ഷർത്ത് ഇല്ലാതായാൽ നമസ്കാരം ശരിയാവുകയില്ല. ഒന്ന്, ഹദസിൽ നിന്ന് ശരീരം ശുദ്ധമായിരിക്കുക. 2, ശരീരവും വസ്ത്രവും നമസ്കരിക്കുന്ന സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കുക. 3, ഔറത്ത് മറയ്ക്കുക. വെളിവാക്കാൻ പാടില്ലാത്ത ശരീരഭാഗത്തിനാണ് ഔറത്ത് എന്ന് പറയുന്നത്. പുരുഷന്റെ ഔറത്ത് കാൽമുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള ഭാഗമാണ്. മുൻകൈയും മുഖവും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ സ്ത്രീയുടെ ഔറത്താകുന്നു. നമസ്കാരത്തിന് സമയമായി ഉറപ്പുവരുത്തുക. ഫർള് നമസ്കാരങ്ങളിൽ ഓരോന്നും അതിന് നിർണയിക്കപ്പെട്ട സമയമായ ശേഷമാണ് നിർവഹിക്കേണ്ടത്. 5, ഖിബിലയെ അഭിമുഖീകരിക്കുക. കഅബയാണ് നമ്മുടെ ഖിബില. കഅബയെ നേരിൽ കാണുന്നവർ അതിനഭിമുഖമായി നിന്ന് നമസ്കരിക്കണം. നേരിൽ കാണാൻ സാധിക്കാത്ത വിധം ദൂരെയുള്ളവർ അത് നിലകൊള്ളുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കേണ്ടതാണ്. നമസ്കാരത്തിലെ നിർബന്ധ കർമ്മങ്ങൾ. നമസ്കാരത്തിൽ നാം ചൊല്ലുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ 14 അതിൻ്റെ ഫർളുകളാണ്. 1, നിയ്യത്ത്. 2, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. 3, നിൽക്കുക. 4, സൂറത്തുൽ ഫാത്തിഹ ഓതുക. 5, റുക്കൂ ചെയ്യുക. 6, റുക്കൂവിൽ നിന്ന് നിവർന്ന് നിൽക്കുക. 7, ഇർത്തിദാൽ. 6 റുക്കൂവിൽ നിന്ന് നിവർന്ന് നിൽക്കുക. അതിനെ ഇർത്തിദാൽ എന്ന് പറയും. 7, 2 പ്രാവശ്യം സുജൂദ് ചെയ്യുക. 8, 2 സുജൂദിനിടയിൽ ഇരിക്കുക. 9, അവസാനത്തെ തശഹുദിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കുക. 10, അവസാനത്തെ അത്തഹിയാത്ത് ചൊല്ലുക. 11, നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. 12, അടക്കം, തുമഅനീനത്ത്. 13, അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലുക. 14, ക്രമം തെറ്റാതെ ചെയ്യുക. ഈ ഫർളുകൾ കൂടാതെ നമസ്കാരം പൂർണ്ണമാവുകയില്ല. ഇവയ്ക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങൾ കൂടിയുണ്ട്. 1, തക്ബീറത്തുൽ ഇഹ്റാം. നമസ്കരിക്കുന്നവൻ ആദ്യമായി കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കണം. നിൽക്കുമ്പോൾ കാൽപാദങ്ങൾ ഒരു ചാൺ അകലത്തിലാണ് വെക്കേണ്ടത്. ഇടത്തോട്ടോ വലത്തോട്ടോ മേൽപോട്ടോ നോക്കരുത്. നോട്ടം എപ്പോഴും മുൻവശത്ത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കായിരിക്കണം. എന്നിട്ട് നിയ്യത്ത് ചെയ്യണം. ഇന്ന നമസ്കാരത്തിനാണെന്നും ഇത്ര റക്അത്താണെന്നും ഇമാമിൻ്റെ കൂടെയാണെങ്കിൽ അതും മനസ്സിൽ കരുതണം. അള്ളാഹുവിനു വേണ്ടിയാണ് നമസ്കരിക്കുന്നതെന്ന ബോധം ഉണ്ടാവുകയും വേണം. ഈ നിയ്യത്തോടുകൂടി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് കൈ കെട്ടണം. കൈ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നതിനോടൊന്നിച്ചായിരിക്കണം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത്. കൈ രണ്ടും നെഞ്ചിൽ വയ്ക്കുന്നതാണ് ഉത്തമം. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ ദുആഉൽ ഇഫ്തിതാഹ്, പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നത് സുന്നത്താവുന്നു. ഉദാഹരണത്തിന് വജ്ജഹത്തു വജ്ഹിയ. ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതണം. ഇതിൻ്റെ തുടക്കത്തിൽ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നും അവസാനത്തിൽ ആമീൻ എന്നും ചൊല്ലൽ സുന്നത്താകുന്നു. പിന്നെ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും സൂറത്തോ ആയത്തുകളോ ഓതണം. പ്രാരംഭ പ്രാർത്ഥന 1-ാമത്തെ റക്അത്തിൽ മാത്രമേ ചൊല്ലേണ്ടതുള്ളൂ. 2-ാമത്തെ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു സൂറത്തോ ഏതാനും ആയത്തുകളോ ഓതുന്നത് സുന്നത്താണ്. മഅരിബ്, ഇശാ, സുബഹ് എന്നീ നമസ്കാരങ്ങളിൽ ഫാത്തിഹയും സൂറത്തും മറ്റുള്ളവർ കേൾക്കത്തക്ക വിധം ഉറക്കെ ആയിരിക്കണം. ഇമാമിൻ്റെ പിന്നിൽ തുടർന്ന് നമസ്കരിക്കുന്നവർ എല്ലാ നമസ്കാരങ്ങളിലും പതുക്കെ മാത്രമേ ഓതാൻ പാടുള്ളൂ. പക്ഷേ ഇമാം ആമീൻ
ഉറക്കെ ചൊല്ലുമ്പോൾ പിന്നിലുള്ളവർ ഉറക്കെ ആമീൻ ചൊല്ലണം. ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് പതുക്കെ മാത്രം ഓതുകയും പിന്നീട് ഇമാമിൻ്റെ ഓത്ത് ശ്രദ്ധാപൂർവം കേൾക്കുകയുമാണ് വേണ്ടത്. ഇനി അടുത്തത് റുക്കൂഉം സുജൂദും. സൂറത്ത് ഓതിക്കഴിഞ്ഞതോടെ റുക്കൂ ചെയ്യണം. കൈപ്പടങ്ങൾ കാൽമുട്ടുകളിൽ വെച്ച് കുനിഞ്ഞു നിൽക്കുന്നതിനാണ് റുക്കൂ എന്ന് പറയുന്നത്. റുക്കൂവിലെ പ്രാർത്ഥന ചൊല്ലുക, അതായത് സുബ്ഹാന റബ്ബിയൽ അലീം 3 തവണ. ശേഷം റുക്കൂവിൽ നിന്നുയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ചുമലിന് നേരെ ഉയർത്തി നിവർന്നു നിൽക്കണം. ഇതിനെയാണ് ഈത്തിദാൽ എന്ന് പറയുന്നത്. നിവർന്നു നിന്നതിന് ശേഷം കൈകൾ ഇങ്ങനെ കൈകൾ ഇരുവശത്തായി താഴ്ത്തിയിടാം. അതിൽ ചൊല്ലുന്ന പ്രാർത്ഥന ചൊല്ലിയ ശേഷം, അതായത് റബ്ബനാ ലക്കൽ ഹംദ് എന്ന ദുആ ചൊല്ലിയതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് സുജൂദിലേക്ക് പോവണം. കുനിയണം. നെറ്റി, മൂക്ക്, മുൻകൈകൾ, കാൽമുട്ടുകൾ, കാൽവിരലുകളുടെ അടിഭാഗം തുടങ്ങി 7 അവയവങ്ങൾ നിലത്ത് വയ്ക്കണം. നെറ്റിത്തടം മുടി കൊണ്ടോ വസ്ത്രം കൊണ്ടോ മറയരുത്. മുഴുവനായും നിലത്ത് പതിച്ചു വയ്ക്കരുത്. മുഴം കൈ നിലത്ത് പതിച്ചു വയ്ക്കരുത്. പുരുഷന്മാർ കൈമുട്ടുകൾ അല്പമായി നിവർത്തണം. അതിൽ പറയേണ്ട ദുആ 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പിന്നെ നിവർന്നിരിക്കണം. ഇടത്തെ കാൽ നിലത്ത് വെച്ച് പരത്തി വെച്ച് അതിന്മേലാണ് ഇരിക്കേണ്ടത്. ഇതിന് ജുലൂസുൽ ഇഫ്തിറാഷ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഇരുത്തത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥന ചൊല്ലിയ ശേഷം, അതായത് അല്ലാഹുമ്മ ഇർഹംനി വജുബുർനി, ആ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഒരിക്കൽ കൂടി മുൻപോലെ സുജൂദ് ചെയ്യണം. രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയരുന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയാകുന്നതാണ്. റുക്കൂവിലേക്കും സുജൂദിലേക്കും കുനിയുമ്പോഴും സുജൂദിൽ നിന്ന് ഉയരുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്താണ്. ആദ്യത്തെ തശഹുദ് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കുകയും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ ചെയ്യുന്നത് പോലെ മുൻകൈ രണ്ടും ചുമൽ വരെ ഉയർത്തിയ ശേഷം താഴ്ത്തിക്കെട്ടുകയും ചെയ്യേണ്ടതാണ്. റുക്കൂവിലും സുജൂദിലും ഈത്തിദാലിലും 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും അല്പം സാവകാശം നൽകണം. ഇതിന് തുമഅനീനത്ത് എന്ന് പറയുന്നു. മേൽ വിവരിച്ച റുക്കൂ, ഈത്തിദാൽ, 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, ഇവയിലുള്ള അടക്കം എന്നിവ ഫർളുകളും ബാക്കിയെല്ലാം സുന്നത്തുകളുമാകുന്നു. അടുത്തത് 2 സുജൂദുകൾ നിർവഹിക്കുന്നതോടുകൂടി നമസ്കാരത്തിലെ ഒരു റക്അത്ത് പൂർത്തിയായി. 3-4 റക്അത്തുള്ള നമസ്കാരങ്ങളിൽ രണ്ടാമത്തെ റക്അത്തിൻ്റെ അവസാനത്തിൽ ഇരുന്ന് തശഹുദും സ്വലാത്തും ചൊല്ലണം. ഇത് പ്രബലമായ സുന്നത്താകുന്നു. ഇതിന് 1ാമത്തെ തശഹുദ് എന്ന് പറയുന്നു. സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് 1ാമത്തെ തശഹുദിനും ഇരിക്കേണ്ടത്. നമസ്കാരത്തിലെ അവസാനത്തെ റക്അത്തിലെ സുജൂദ് കഴിഞ്ഞാൽ തശഹുദിനു വേണ്ടി ഇരിക്കുന്നതും തശഹുദും സ്വലാത്തും ചൊല്ലുന്നതും നിർബന്ധമാണ്. അവസാനത്തെ തശഹുദിനു വേണ്ടിയുള്ള ഇരുത്തത്തിൽ വലത്തെ കാൽ വിരലുകളുടെ ഉൾഭാഗം നിലത്തൂന്നി കുതികാൽ ഉയർത്തി വെക്കുകയും ഇടത്തെ കാൽപാദം അതിനടിയിലൂടെ പുറത്തേക്ക് കടത്തിവിടുകയും വേണം. കൈകൾ കാൽമുട്ടിന്മേൽ നിവർത്തി വയ്ക്കേണ്ടതാണ്. വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരൽ നിവർത്തി വയ്ക്കുകയും മറ്റു വിരലുകൾ മടക്കി വയ്ക്കുകയും വേണം. തശഹുദ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് സുന്നത്താകുന്നു. അവസാനത്തെ ഇരുത്തത്തിൽ തശഹുദിന് സലാത്തും കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു എന്ന ദുആ ചൊല്ലണം. ചൊല്ലിക്കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലി വലതുഭാഗത്തേക്കും വീണ്ടും സലാം ചൊല്ലി ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കുന്നതോടെ നമസ്കാരത്തിൽ നിന്ന്
വിവരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ചൊല്ലുന്നതാണ് സുന്നത്ത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.